നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ? നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് സുഖിക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൺ ബഡ് എടുത്തിട്ട് നമ്മൾ ചെവിൻ്റെ ഉള്ളിൽ ഒന്നങ്ങ് ക്ലീൻ ആക്കി കളയാം. ആക്ച്വലി നിങ്ങൾ അവിടെ ചെവി ക്ലീൻ ചെയ്യുകയാണോ ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യുന്നത് ഡോക്ടർമാരെല്ലാം കരഞ്ഞുകൊണ്ട് ചെയ്യല്ലേ എന്ന് പറയുന്ന കാര്യമില്ല, അതിനെ വീണ്ടും ആവേശത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ ചെയ്യണത്, നമ്മൾ എന്ത് ചെയ്യാണെന്ന് നമ്മൾ വിചാരിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാ. ചെവിക്കുള്ളിലുള്ള ഈ ഒരു വാക്സ് ഉണ്ടല്ലോ, മെഴുക്ക്, അത് ചളിയല്ല, അത് നമ്മുടെ ബോഡിയുടെ ഒരു സെൽഫ് ക്ലീനിങ് സിസ്റ്റമാണ്. അതെ, നമ്മൾ ചെവിൻ്റെ ഉള്ളിൽ കയറുന്ന മൈക്രോ ബാക്ടീരിയസ് അല്ലേ, അതിനെ ഇൻഫെക്ഷൻ തടയുന്നതിന് വേണ്ടിയിട്ട് ആൻറ്റി ബാക്ടീരിയൽ, അതായത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊട്ടക്റ്റീവ് കപ്പാസിറ്റി ഉള്ള ഒരു ലെയറാണത്. നിങ്ങൾ ഈ കോട്ടൺ ബഡ് ഇടാതെ തന്നെ നിങ്ങളുടെ ചെവി ദിവസവും ഈ പണി വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ വാക്സ് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ തുടക്കത്തിലുള്ള കുറച്ച് വാക്സ് ഇങ്ങോട്ട് തട്ടിയെടുക്കുന്നുണ്ടാവും, പക്ഷേ ഭൂരിഭാഗം വാക്സിൻ നമ്മുടെ ഉള്ളിലേക്ക് തള്ളി നീക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ചെവി പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ ബലം പ്രയോഗിച്ച് ഉള്ളിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അത് പോണത് എവിടേക്കാ? അത് ഒരിക്കലും പോകാൻ പാടില്ലാത്ത സ്ഥലത്തേക്കാ, നിങ്ങളുടെ ഇയർ ഡ്രമ്മിലേക്ക്. ഇതിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എയർ ഡ്രമ്മിന്റെ മുമ്പിൽ ഇതിങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ബ്ലോക്ക് അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. ഇതോടുകൂടി അവിടെ ബ്ലോക്കായി, നാച്ചുറലായിട്ട് പുറത്തേക്ക് തള്ളിപ്പോണ്ട സംഗതി അവിടെ സ്റ്റക്കായി. ഇതോടുകൂടി നമ്മൾക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റില്ലല്ലോ, ഒരുതരം മൂളക്കത്തിലുള്ള ശബ്ദമായിരിക്കും കേൾക്കുന്നത്. വേദന ഉണ്ടാവും, അസ്വസ്ഥതകൾ ഉണ്ടാവും, ചില കേസിൽ താൽക്കാലികമായിട്ടുള്ള കേൾവി തന്നെ നഷ്ടമാകും. നമ്മൾ ഈ പറഞ്ഞ കേൾവിനെ ക്ലിയർ ആക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയില്ലേ, ഇതിങ്ങനെ ജമാക്കണമെന്ന് മാത്രമല്ല പ്രശ്നം. നമ്മളിങ്ങനെ തള്ളി ഈ ബഡ് ഉള്ളിൽ ചെന്നിട്ട് നേരെ ഈ ഡ്രമ്മിനെ ഇതുപോലെ ഉരസിയാല് സാധാരണ പേപ്പറിനെക്കാളും തിന്നായിട്ടുള്ള ഈ മെംബ്രെയിൻ ഈ ഡ്രമ്മ് ചിലപ്പോൾ ഡാമേജ് ആവും, പൊട്ടും. ഇതുകൊണ്ട് എന്തുണ്ടാവുക? നല്ല വേദന ഉണ്ടാവും, ചോരൊലിക്കും, പിന്നെ മാസങ്ങളോളം ചെവി വർക്ക് ചെയ്യാതെ ജീവിക്കേണ്ടി വരും, പൊട്ടനായിട്ട്. ചിലപ്പോൾ സർജറിയും വേണ്ടി വരും. ഈ ഇയർ ഡ്രമ്മിന്റെ ബാക്കിൽ നിങ്ങളുടെ ശരീരത്തിലെ തന്നെ ഏറ്റവും ചെറിയ എല്ലുകളാണ് നിലകൊള്ളുന്നത്. ഇവരാണ് നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ കോട്ടൺ ബഡ് വെച്ച് എയർ ഡ്രമ്മിനെ ഇങ്ങനെ ജാമാക്കി കഴിഞ്ഞാൽ ഈ എല്ലുകൾ ചിലപ്പോൾ പ്രശ്നത്തിലാവാം. അങ്ങനെയോ മറ്റോ സംഭവിച്ചാൽ പിന്നെ നമുക്ക് റിപ്പയർ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഡാമേജുകൾ ഉണ്ടാവാം. ഓരോ കൊല്ലം ആയിരക്കണക്കിന് കേസുകളാണ് ഇതുപോലെ ബഡ്സ് വെച്ചിട്ട് നമ്മൾ വടി കൊടുത്തടി വാങ്ങിക്കാന്നൊക്കെ പറയില്ലേ, എന്ന മാതിരി ചെവിയെ മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ചെവിന്റെ പുറത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പിടിച്ച് കിടക്കണമെങ്കിൽ ഒരു തുണി വെച്ച് ഇങ്ങ് തുടച്ചെടുത്താൽ മതി. ഉള്ളിൽ ക്ലീനാക്കൽ നമ്മുടെ പണിയല്ല. ഇങ്ങനെ തലമറന്ന് എണ്ണ തേക്കരുതെന്ന് കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടാക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് ശരിക്കും സംഭവിക്കണത് ഈ വിവരക്കേട് ചെയ്യുമ്പോഴാണ്.